മാലിന്യ സംസ്കരണത്തിന് ലോകമാതൃകയായ 10 വർഷങ്ങൾ. കേരളത്തിലെ ഒരു റോഡിൻ്റെ സൈഡിൽ പിണറായി വിജയൻ്റെ പടവുമായിട്ട് വെച്ചിരിക്കുന്ന ഒരു പരസ്യത്തിലെ വാചകമാണിത്. കേരള സർക്കാരാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. കാരണം കേരള സർക്കാരിൻ്റെ ചിഹ്നം ആ ഒരു പരസ്യത്തിലുണ്ട്. ലോകത്തിന് മാതൃകയായ മാലിന്യ സംസ്കരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രീ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത് എന്നാണ് ഈ പരസ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ബോർഡ് മാത്രമല്ല, ഇത് KSRTC ബസ്സിൻ്റെ പുറകിലും ഇതേപോലെയുള്ളൊരു പരസ്യം വെച്ചിട്ടുണ്ട്. ഇതേ മാന്യദേഹത്തിൻ്റെ പടവുമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലോക മാതൃകയായി മാലിന്യ സംസ്കരണ പരിപാടികൾ കേരളത്തിൽ എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ബോർഡ് നോക്കി അതിൻ്റെ താഴെ തന്നെ കിടപ്പുണ്ട് മാലിന്യം അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മാലിന്യങ്ങൾ അവിടെ ആ ബോർഡിൻ്റെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ബോർഡ് വെച്ച ആളുകൾ ഈ മാലിന്യം ഇല്ലാത്ത ഒരു സ്ഥലത്തെങ്കിലും കൊണ്ടുപോയി വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു വൈരുദ്ധ്യം വരത്തില്ലായിരുന്നു ഈ പരസ്യവും യാഥാർത്ഥ്യവും തമ്മിൽ. പക്ഷേ പിണറായി വിജയന് നാണമൊന്നും ഇല്ലാത്തതുകൊണ്ടും കള്ളം പറയുന്നതിനൊരു മടിയില്ലാത്തതുകൊണ്ടും ലോക മാതൃകയായി ഈ മാലിന്യ സംസ്കരണത്തിൽ കേരളമെന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം തീർച്ചയായിട്ടും ഈ 10 വർഷത്തിനുള്ളിൽ ബ്രഹ്മപുരത്ത് എറണാകുളത്ത് 13 ദിവസത്തോളം മാലിന്യം നിന്ന് കത്തിയ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അത് ലോകത്തിന് മാതൃകയായ ഒരു കാര്യമാണോ? മാലിന്യ സംസ്കരണം ഇവിടെ നടന്നിരുന്നെങ്കിൽ ബ്രഹ്മപുരത്ത് 13 ദിവസം എറണാകുളത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ 10 വർഷത്തിനുള്ളിൽ മാലിന്യം കടന്ന് കത്തുമായിരുന്നു. അപ്പോൾ 10 വർഷത്തിനുള്ളിൽ ലോകത്തിന് മാതൃകയായ ഒരു കാര്യമാണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പരിപാടി. അതുപോലെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ളതായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഏതോ ഒരു സായിപ്പ് ഒരു പടമെടുത്ത് ഇങ്ങനെ മാലിന്യത്തിൻ്റെ കണ്ടതായിട്ടൊരു പടമൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇത് കഴിഞ്ഞ വർഷമാണ്. അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ കയറുന്നുണ്ട്. ഈ സായിപ്പിന് വിവരമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലോകത്തിൻ്റെ മാതൃക ആക്കിയ ഈ കേരളത്തിൻ്റെ മാലിന്യ സംസ്കരണം എന്താണെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ വഴി കാണുന്ന മാലിന്യത്തിൻ്റെ കൂനകളും കൂമ്പാരങ്ങളും ഒക്കെ പടമെടുത്ത് നടക്കുന്നുള്ളത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അവിടെ ഒരു ഓടയിൽ വളരെ അടുത്തുള്ള ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോഴത്തേനും ഒരു ഓടയിൽ കണ്ട ഒരു മാലിന്യമാണ് ഈ അടുത്ത ഒരു പടം. അപ്പോൾ മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടെങ്കിൽ ലോക മാതൃകയാണെങ്കിൽ ഇതാണ് ലോക മാതൃക. ഈ ഓടയിലൊക്കെ ഈ മാലിന്യം കിടക്കുന്നതാണോ ലോക മാതൃക ഈ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിത്തന്നത്? അതുപോലെ തൃശ്ശൂർ തന്നെ വേറൊരു സ്ഥലത്ത് കുറേയധികം ആളുകൾ വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് തൃശ്ശൂർ മണ്ണുത്തിക്ക് പോകുന്ന വഴിയിൽ അവിടെ കണ്ട മാലിന്യമാണ് ഈ ഒരു പടം. അപ്പോൾ ഇതൊക്കെ ഈ ആഴ്ചയിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ലോക മാതൃകയാക്കി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മാതൃകകളാണ് ഇത്. അപ്പം വെറും കള്ളം പറയുന്നതിൽ ഒരു നാണവുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളത് അദ്ദേഹം ഈ പരസ്യം റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നതിലും ഒരു KSRTC ബസ്സിൽ കൂടെ പരസ്യം വെച്ചിരിക്കുന്നതും അത് കേരള സർക്കാരിൻ്റെ ചിലവിലാണ്, നമ്മുടെയൊക്കെ ചിലവിലാണ് ഈ പണി ഈ കള്ളം പറഞ്ഞ് നടക്കുന്നതെന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ ലോക മാതൃക ആയ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോടെല്ലാം അദ്ദേഹം കടക്ക് പുറത്തുനിന്ന് പറയുമായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഉത്തരവില്ലല്ലോ. ഉത്തരവില്ലാത്തപ്പോഴാണല്ലോ അദ്ദേഹം ഇങ്ങനെ ഈ ദാർഷ്ട്യവും ധിക്കാരവും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്ത് മാലിന്യമില്ലാത്ത ഒരു പുഴയുണ്ടോ, മാലിന്യമില്ലാത്ത ഒരു കനാലുണ്ടോ, മാലിന്യമില്ലാത്ത ഒരു തടാകമുണ്ടോ? എവിടെ നോക്കിയാലും നമുക്ക് മാലിന്യം കാണാൻ പറ്റും. എവിടെ നോക്കിയാലും മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് ഇന്നും കാണാൻ പറ്റുന്നൊരവസ്ഥയാണ് കേരളത്തിൽ. അതേസമയം വികസിത രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കേരളത്തിലെ മാതൃക അവിടെ പാലിക്കുന്നതാണ് പിണറായി വിജയൻ പറയുന്നത്. അതാണ് ലോക മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിന് മാതൃക എന്നുള്ളത്. അപ്പോൾ ലോകത്തിന് തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ്റെ മാതൃക എടുത്തു കഴിഞ്ഞാൽ അവർ നശിച്ചു പോകും. ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ദേശാഭിമാനി വായിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ വേണേൽ ചിലപ്പോൾ ഉപകാരപ്പെടും ഇദ്ദേഹത്തിൻ്റെ ഈ പരസ്യം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരിതാപകരമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും, നമ്മൾ ലോക മാതൃകയാണ്,
ഇവിടെ ഒരു മാലിന്യവുമില്ല. കാരണം മാലിന്യമൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മകൾക്ക് ഇവിടെ മാലിന്യം പുഴയിലേക്ക് തള്ളുന്ന ഒരു വ്യവസായി മാസപ്പടി കൊടുത്തു എന്നുള്ളൊരു കണക്ക് ഇവിടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേസ് നടക്കുന്നുണ്ട്. കേസ് തടസ്സപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് പണം മുടക്കി കുറേ വലിയ വക്കീലന്മാരെയൊക്കെ വെച്ച് കേസ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ മാലിന്യം പുഴയിലേക്ക് തള്ളുന്നത് ഇല്ല കേരളത്തിൽ, നമ്മൾ ലോകമാതൃകയാണ് എന്ന് മകള് ചിലപ്പോൾ അപ്പനോട് എല്ലാ ദിവസവും പറയുന്നുണ്ടാകും. കാരണം മാസപ്പടി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അറിവിൽ നിന്നായിരിക്കാം മുഖ്യമന്ത്രി പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വളരെ നിഷ്കളങ്കനാണ്. മകൾ പറഞ്ഞത് കേട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. പക്ഷെ മുഖ്യമന്ത്രി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. കാരണം സ്പീഡിൽ ഫ്രണ്ടിലും പുറകിലുമൊക്കെ വണ്ടികൾ കുറേ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ഇങ്ങനെ ഒന്നും അറിയാതെ ലോകമാതൃകയാണ് നമ്മൾ എന്നും പറഞ്ഞ് ഇങ്ങനെ പരസ്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വെച്ചത്. അദ്ദേഹത്തിൻ്റെ അംഗീകാരവും അപ്രൂവലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പടവും വെച്ചിട്ട് സർക്കാർ പരസ്യം കൊടുക്കില്ലല്ലോ. അപ്പോൾ കേരളം ലോകത്തിന് മാതൃകയാണോ കൊതുകിൻ്റെ കാര്യത്തിൽ? കാരണം മാലിന്യമുള്ളിടത്തു നിന്നാണല്ലോ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണല്ലോ, മലിനജലം ഉള്ളിടത്തു നിന്നാണല്ലോ കൊതുകുണ്ടാകുന്നത്. അതുപോലെ ഈ തെരുവ് നായ്ക്കൾ, അറവുശാലകളിലെ മാലിന്യവും മറ്റു മാലിന്യ കൂമ്പാരങ്ങളും ഉള്ളതുകൊണ്ടാണ് തെരുവ് നായ്ക്കൾ ഇവിടെ കൂടുതലുണ്ടാകുന്നത്. പലതരം പനികളുണ്ടാകുന്നത് ഇവിടെ മാലിന്യം മുഴുവൻ കൂടുതലുള്ളതുകൊണ്ടാണ്, മലിനജലമുള്ളതുകൊണ്ടാണ്. ശുദ്ധമായ, അതായത് പൊല്യൂഷൻ ഇല്ലാത്ത, മലിനമല്ലാത്ത വായുവും മലിനമല്ലാത്ത വെള്ളവും മാലിന്യങ്ങളില്ലാത്ത ഭക്ഷണവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയധികം അസുഖങ്ങളും ഇത്രയധികം കിഡ്നി, കരൾ രോഗങ്ങളുമൊക്കെ കേരളത്തിലുണ്ടാകുമോ? അപ്പോൾ എന്ത് ലോക മാതൃകയാണ് ശ്രീ പിണറായി വിജയൻ 10 വർഷമായിട്ട് കേരളത്തിന് മാലിന്യമുക്തമാക്കി, മാലിന്യ സംസ്കരണത്തിലൊക്കെ ആക്കി എന്ന് പറയുന്നത് എന്ന് സുബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ശ്രീ പിണറായി വിജയൻ കള്ളം പറയുന്നു എന്നുള്ളത് വീണ്ടും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ പരസ്യം ഇങ്ങനെ ലോക മാതൃകയാണ് ഇത് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്?